ഡോക്ടർ, അപ്പോൾ അലർജിക്കായിട്ട് ലാബിലുള്ള ഈ ചിലവേറിയ ടെസ്റ്റുകൾ എന്തിനാണ്? ലാബിലുള്ള ടെസ്റ്റുകൾ അതിന് ഇമ്മ്യൂണോ ക്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അത് ചിലവ് ഏറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട രീതിയിലാണ് ആ ടെസ്റ്റുകൾ ലാബുകളിൽ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചിലവ് വരുന്നുണ്ട്. പക്ഷേ ആ ടെസ്റ്റുകൾ ആവശ്യമായി വരുന്ന ഒരു ചെറിയ വിഭാഗം പേഷ്യൻസ് ഉണ്ട്. അതായത് സപ്പോസ് വളരെ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഈ പറയുന്ന പോലെ സ്കിൻ പ്രിക്ക് ടെസ്റ്റിന് വേണ്ടി 1 മണിക്കൂറോളം ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. അവരെപ്പോഴും എഴുന്നേറ്റ് ഓടാനും കളിക്കാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അവരെ പിടിച്ചിർത്തി സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള വളരെ ചെറിയ കുട്ടികളിൽ, അതായത് ഒരു സപ്പോസ് ഒരു 5-6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ പറയുന്ന പോലെയുള്ള ഇമ്മ്യൂണോ ക്യാപ്പ് ടെസ്റ്റുകളായിരിക്കും നല്ലത്. വളരെ അത്യാവശ്യമായി വേണ്ടി വന്നാൽ, അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള അലർജിയും ആസ്മയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് ആവശ്യമുള്ളൂ. മറ്റൊന്ന് നമ്മൾ ചെയ്യുന്നത് കൈയുടെ ഫോറാമിൻ്റെ ഈ ഭാഗത്താണ് ചെയ്യുന്നത്. 2 കൈയുടെയും ഫോറാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ബാക്ക് ഉപയോഗിക്കാം. അപ്പർ ബാക്കാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ ഭാഗത്ത് ഒരു സ്കാറുണ്ട്, അല്ലെങ്കിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെരി ഡാർക്ക് സ്കിന്നാണ്, നമുക്ക് റീഡിങ് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. അതല്ലെങ്കിൽ ചിലർക്ക് വളരെ മൈൽഡ് സ്ട്രോക്സ് തന്നെ ഭയങ്കരമായിട്ടുള്ള റാഷസ് പോലെ തടിച്ചു പൊന്തുന്ന ഡെർമറ്റോഗ്രാഫിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും നമുക്ക് കൃത്യമായ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് റീഡിങ് എടുക്കാൻ സാധിക്കുകയില്ല. ആ കണ്ടീഷൻസിൽ ലാബ് ടെസ്റ്റുകളായിരിക്കും ഉചിതം.